ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് പോരൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് നമ്പർ 6 ഷാഫി എന്നിവരുടെ വീട്ടിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് യൂസറും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് ഈ ഷാഫി എന്ന് പറഞ്ഞ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ഇതിപ്പോൾ ഒരു വർഷത്തെ അടുത്തുള്ളൂ. ഒരു വർഷമായിട്ടില്ല, കറക്റ്റ് ഡേറ്റ് ഓർമ്മല്ല. ഓക്കെ, എല്ലാ വേസ്റ്റും ഓക്കെ. അപ്പോൾ വീട്ടിലെ എല്ലാ വേസ്റ്റും ഇപ്പോൾ ഫുഡ് വേസ്റ്റും എല്ലാ വേസ്റ്റും ഇടുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മീനിൻ്റെ വേസ്റ്റ് വരെ ഇടുന്നുണ്ട്. മുള്ളൊക്കെ മുറിച്ചിട്ടും എല്ലുകൾ കണ്ടി മുറിച്ചിട്ടും ഇടുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇനോക്കുലം പൗഡർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുന്നേ വേസ്റ്റ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു പ്രൊഡക്റ്റ് വളരെ കഷ്ടമായിരുന്നു. ഇപ്പോൾ പഴന്തോലൊക്കെ കണ്ടി അവിടെ പുറത്തിടും, അങ്ങനെ പല ഇതായിരുന്നു. ഇപ്പം എന്താ എല്ലാവരും കുട്ടികളൊക്കെ എല്ലാവരും ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വൈകിട്ട് ഇതിൽ വെക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്ന് വീടിൻ്റെ ചുറ്റുപാടും കൂടെ നല്ല ഒരു ഇതുണ്ട്, നല്ല ഇതുണ്ട്. ഇങ്ങനത്തെ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഫസ്റ്റ് ടൈം ആണ്. ഇതെങ്ങനെ ഇതിനെക്കുറിച്ച് പഞ്ചായത്തിൽ നിന്ന് അറിഞ്ഞാണ്. അതെ അല്ലേ? അങ്ങനെ ഇങ്ങനെ കൊടുക്കേണ്ട വേസ്റ്റ് മുമ്പ് കഴിഞ്ഞ വർഷം അങ്ങനെ അറിഞ്ഞിരുന്നു, പക്ഷെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കുറി നമ്മുടെ മെമ്പർ പറഞ്ഞു ഇക്കുറി ചാൻസ് ഉണ്ട് നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അതെ അല്ലേ? ഓക്കെ. ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഇടുന്ന വേസ്റ്റ് ഒക്കെ ഡൈജസ്റ്റ് ആയി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്? നോക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അത് ഇട്ടുമ്പോൾ താന്നു പോകുന്നുണ്ട്. ഇങ്ങനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഒരു ഇത് തന്നെയാണ്. അതെ അല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ പഞ്ചായത്ത് മുഖാന്തരം കിട്ടിയതാണെങ്കിൽ നിങ്ങൾ കൊടുത്ത ഒരു ക്യാഷിന് ഉള്ളൊരു മൂല്യം ഉണ്ടെന്നുള്ളത് തോന്നുന്നുണ്ടോ? 600 രൂപയ്ക്ക് നമ്മൾ എത്ര വേസ്റ്റാണ് ഇത് ഉപയോഗപ്പെടുത്താലോ. പിന്നെ മാത്രമല്ല തുടക്കത്തിലും അവർക്കൊന്നും ഇത്ര ഇതില്ലായിരുന്നു, ഫാമിലിക്കൊന്നും. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പോകുമ്പോൾ അങ്ങനെ നിൽക്കാം പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി എല്ലാവരും. അപ്പം അവരും ശീലിച്ചു. ഇന്ന വെയിറ്റില്ല, അവരെന്നെ വൈകിട്ട് ഇതിടും. അപ്പോൾ എല്ലാ വേസ്റ്റും അവരെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി ഫുൾ എല്ലാവരും വൈഫ് മക്കളൊക്കെ അവരെന്നെ ഇടും. അവർക്കും നല്ല ഇതാണ്, ഒരു സംഗതി മനസ്സിലായി എന്താന്നുള്ളത്. ഓക്കെ. ഇനി പുതുതായിട്ട് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം. കാരണം നമ്മളിപ്പോൾ 5 സെൻറ്റ് വീടാണെങ്കിൽ പോലും സറൗണ്ടിങ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ വേസ്റ്റ് എന്ന് ഒഴിവാക്കി കിട്ടും. പിന്നെ മാത്രമല്ല നമുക്ക് നല്ല ഒരു ഇതാണല്ലോ ഈ ഇതിൻ്റെ വളം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുവരെ വളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ചെടികളും അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന കൃഷി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റും. തൈകളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഫുൾ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 2 വാക്കിൽ പറയാൻ പറഞ്ഞാൽ താങ്കൾക്ക് മെയിനായിട്ട് നമ്മൾ ഒരു സറൗണ്ടിങ് ഒരു ഇത് കിട്ടും. കാരണം കുട്ടികളൊക്കെ എന്തെങ്കിലും പഴന്തരൊക്കെ പുറത്ത് കിട്ടും, അത് ഒരു കൺട്രോളാണ്. പിന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് നിക്ഷേപിക്കുന്നുള്ളത്. മറ്റേത് നമ്മൾ തെങ്ങ് കുഴിയിലൊക്കെ ഇട്ടിരുന്നു, അത് കുറഞ്ഞ സ്മെല്ലൊക്കെ വന്നിട്ട് ആകതാവും. അപ്പോൾ മറ്റേ പക്ഷികളും പോലൊക്കെ വന്നിട്ട് ആകെ വൃത്തിയിടും. അതിന് എൻവയോൺമെൻറ്റ് ഒരു നല്ല ഇതുണ്ട്, നല്ല കാര്യമുണ്ട്. പിന്നെ നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഇട്ട് നല്ലതാണല്ലോ ഈ